ഹായ്, ഞാൻ സ്നേഹ. എസ് എൽ ടോക്സിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്, ഇപ്പം നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലാണ് എന്നുണ്ടെങ്കിൽ, അത് മീൻസ് ഒരു ലവ് റിലേഷൻഷിപ്പ് ആവാം, മാരേജ് റിലേഷൻഷിപ്പ് ആയിരിക്കാം, അതല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പൊക്കെ ആയിരിക്കാം. അപ്പോൾ ഏത് തരത്തിലുള്ള ഒരു ബന്ധമാണെന്നുണ്ടെങ്കിലും നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ, നമ്മൾ സ്നേഹിക്കുന്ന പോലെ അവർ നമ്മളെ സ്നേഹിക്കണം, നമ്മളില്ലാത്ത ഓരോ സാഹചര്യത്തിലും അവർ നമ്മളെ മിസ് ചെയ്യണം, ഇങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനെ നിങ്ങളെ അവർ മിസ് ചെയ്യണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഒരുപാട് പേര് ചോദിക്കുന്ന, ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ് ഇത്തരത്തിൽ അവർ നമ്മളെ മിസ് ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിന് എന്തെങ്കിലുമൊക്കെ വഴി പറഞ്ഞു തരുമോ എന്നുള്ളത്. ഞാൻ പറയുന്ന രീതികൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ അവർ മിസ് ചെയ്യുന്നത് മാത്രമല്ല, നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് വരണമെന്ന് കൂടി അവർ ആഗ്രഹിക്കുന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഒന്ന് ഓക്കെ ആക്കി കൊണ്ടുവരിക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ചെറിയ പ്രശ്നമൊക്കെ ആയിരിക്കുന്ന ആളുകളൊക്കെയാണ്, റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് തന്നെ നമുക്ക് പറയാം. അപ്പോൾ ചെറിയ ചെറിയ വഴക്കം കാര്യങ്ങളൊക്കെയാണ്, നിങ്ങൾ തമ്മിൽ മിണ്ടുന്നും കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവരുടെ പുറകെ ഇങ്ങനെ പോകണം അല്ലെങ്കിൽ അവരെ വിളിക്കണം എന്നൊക്കെ നമ്മുടെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റ് ഒന്ന് മാറ്റി കൊണ്ടുവരാൻ, നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ, നിങ്ങളുടെ ലൈഫുമായിട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് ആദ്യം ഒന്ന് ഓക്കെ ആക്കി എടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾ ഓക്കെയാണ്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഓക്കെയാണ് എന്നുള്ള ചിന്താഗതി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ റിവേഴ്സ് സൈക്കോളജി നിങ്ങൾക്കൊന്ന് ഫോളോ ചെയ്യാം. അതായത് ഇപ്പോൾ നിലവിൽ ഇങ്ങനൊരു സാഹചര്യത്തിൽ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ ഉണ്ടായിരിക്കും. അതായത് ഇപ്പോൾ അവരെ വിളിക്കണം, അവരെ കാണണം, സംസാരിക്കണം, ഇങ്ങനെയുള്ള കുറേ ചിന്തകൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അതെല്ലാം ഒന്ന് മാറ്റുക. ഒരിക്കലും നിങ്ങൾ അവരെ വിളിക്കാനോ മെസ്സേജ് അയക്കാനോ ഒന്നിനും പോകരുത്. നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയാണോ തോന്നുന്നത് ആ കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അതിനിങ്ങനെ ചിലപ്പോൾ മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് ഫോൺ എടുക്കുമ്പോഴേക്കും ഇങ്ങനെ തോന്നുന്നുണ്ടായിരിക്കും, വിളിക്കാൻ വേണ്ടി തോന്നുന്നുണ്ടായിരിക്കും. പക്ഷേ അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യരുത്. അങ്ങനെയൊക്കെ നിങ്ങളുടെ മനസ്സിനൊന്ന് പറഞ്ഞ് പഠിപ്പിച്ച് മുന്നോട്ട് പോവുക. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ആക്റ്റീവ് ആവുക എന്നുള്ളതാണ്. ഇപ്പോൾ ആക്റ്റീവ് ആവാന്ന് ഉദ്ദേശിക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള സ്റ്റോറിയും സ്റ്റാറ്റസും പോസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇടാം എന്നുള്ളതാണ്. അങ്ങനെ നല്ല രീതിയിൽ ആക്റ്റീവായുള്ള ഒരു പേഴ്സൺ ആയിട്ട് മാറാനായിട്ട് ശ്രമിക്കാം. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ പോലെ തന്നെ അവരെ വിളിക്കാനോ മെസ്സേജ് അയക്കാനോ ഒന്നിനും പോകുന്നില്ല. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നന്നായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും അവരുടെ മനസ്സിലൊരു ചിന്ത കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. മീൻസ് നിങ്ങൾ ശരിക്കും ഹാപ്പി ആണോ, അല്ലെങ്കിൽ അവരില്ലെങ്കിൽ നിങ്ങൾ ഓക്കെ ആണോ, ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ കൊണ്ടുവരുന്നുള്ളതാണ്. നമ്മൾ സാധാരണ മനുഷ്യർ എങ്ങനെയാണെന്ന് അറിയോ, നമ്മൾ അവരെ വിളിക്കാതിരിക്കുക, മെസ്സേജ് അയക്കാതിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് ഇല്ലാതിരിക്കുക, ഈ സമയത്തൊക്കെ നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അവർ നമ്മൾ ഒരുപാട് മിസ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് അവർ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഫോട്ടോയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വീഡിയോ കാര്യങ്ങളൊക്കെ ഇടുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ വല്ലാത്തൊരു പേടി വരും, ഒരു വല്ലാത്തൊരു ചിന്ത വരും, ശരിക്കും അവരെന്നെ മിസ് ചെയ്യുന്നില്ലേ. അപ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം വരും, അയ്യോ അവരെന്നെ മിസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവർ ഭയങ്കര ഹാപ്പി ആണല്ലേ, ഇങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിൽ വല്ലാത്തൊരു വിഷമം വരും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ശരിക്കും അതന്നെ സംഭവിക്കുക. നിങ്ങൾ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അവരുടെ മനസ്സിൽ ഈ പറഞ്ഞ പോലെ വല്ലാത്തൊരു സംശയവും സങ്കടവും ഒക്കെ വരും എന്നുള്ളതാണ്. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ആക്റ്റീവ് ആവുക എന്നുള്ളതാണ്. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ കുറച്ചൊക്കെ മിസ്റ്റീരിയസ് ആയിട്ട് മാറാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും, എല്ലാ അപ്ഡേഷൻസും നിങ്ങൾ അറിയിക്കാതിരിക്കുക. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്റ്റോറിയും സ്റ്റാറ്റസും ഒന്നും ഇടാതിരിക്കുക. എപ്പോഴെങ്കിലൊക്കെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇടാൻ നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളത്, അല്ലാതെ എല്ലാ കാര്യങ്ങളും അവരെ അറിയിക്കാതിരിക്കുക എന്നുള്ളതാണ്. പറ്റുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ ആരെയും അറിയിക്കേണ്ട ആവശ്യമില്ല. അവരുമായിട്ട് കണക്ട് ചെയ്യുന്ന ആളുകളുമായിട്ട് നിങ്ങൾ വല്ല രീതിയിൽ സംസാരിക്കേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ കാര്യങ്ങൾ അവരോട് അറിയിക്കേണ്ട ആവശ്യമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവർക്ക് അറിയാൻ പറ്റിയെന്നുണ്ടെങ്കിൽ പിന്നെ അവർക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. കാരണം നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്, പിന്നെ ഇപ്പം എന്ത് സംസാരിക്കാനുള്ളത്, ഇങ്ങനെ തോന്നും. നേരെ മറിച്ച് കുറച്ചൊക്കെ മിസ്റ്റീരിയസ് ആയിട്ട് നിങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും അവർക്ക് അറിയാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അറിയാനുള്ള ഒരു ആഗ്രഹവും എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുമ്പോഴുള്ള ഒരു ക്യൂരിയോസിറ്റിയും, അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് കുറച്ചൊക്കെ മിസ്റ്റീരിയസ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. ഇനി ഏറ്റവും ലാസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പഴയ ഓർമ്മകളൊക്കെ അവരിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും പോസ്റ്റ് ഇടുകയോ അല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ വെക്കാം എന്നുള്ളതാണ്. ഒരിക്കലും നിങ്ങളുടെ രണ്ടുപേരുടെയും ഫോട്ടോ എടുത്തിടണം എന്നല്ല ഞാൻ പറയുന്നത്. അതുമായി കണക്ട് ചെയ്യുന്ന പല രീതിയിലുള്ള റീൽസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പോസ്റ്റുകളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ റീൽസോ കാര്യങ്ങളൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് അവരിൽ ആ ഒരു ഓർമ്മ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്റ്റോറി ഇടാം എന്നുള്ളതാണ്. ഇത് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു വഴി ഒരുക്കുകയാണ് ചെയ്യുന്നത്. പണ്ടത്തെ നിങ്ങൾക്കിടയിലുള്ള കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ചിന്തിക്കാനും, ഈ പറഞ്ഞ പോലെ അതിൽ കുറേ നല്ല നല്ല മൊമെന്റ്സ് ഉണ്ടായിരിക്കുമല്ലോ, സ്വാഭാവികമായിട്ടും ആ ചിന്തകൾ വരുമ്പോൾ നിങ്ങളെ മിസ് ചെയ്യും. അപ്പോൾ അതിനുള്ള ഒരു മാർഗമായിട്ട് ഇത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം എന്നുള്ളതാണ്.
അപ്പോൾ അവർ നിങ്ങളെ മിസ് ചെയ്യണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. എന്തായാലും അവർ നിങ്ങളെ മിസ് ചെയ്യുന്നത് മാത്രമല്ല, നിങ്ങൾക്കിടയിൽ ചെറിയ പിണക്കവും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം മാറിയിട്ട് അവർ നിങ്ങളുടെ അടുത്തേക്ക് വരികയും ചെയ്യും. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കുറച്ചെങ്കിലും ആളുകൾക്ക് ഇതൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇപ്പോൾ ഈ രീതിയിലൊക്കെ മുന്നോട്ട് പോകുന്ന ഇത് ആവശ്യമായിട്ടുള്ള ഈ ഒരു വീഡിയോ ആവശ്യമായിട്ടുള്ള കുറേ ആളുകളൊക്കെ നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരിക്കാം. അങ്ങനെ ഇത് ആവശ്യമാണെന്ന് തോന്നുന്ന ആളുകൾക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് കൂടി ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്